പൂഴിമണ്ണിൽ കടൽക്കാറ്റേറ്റ് സൂര്യനെ നോക്കി ചിരിക്കുന്ന സൂര്യകാന്തിത്തോട്ടം അങ്ങ് തമിഴ്നാട്ടിലൊന്നുമല്ല, തലസ്ഥാനത്തെ തുമ്പയിലാണ്. സെന്റ് സേവിയേഴ്സ് കോളേജ് കോമ്പൗണ്ട് ഗ്രൗണ്ടിൽ നടക്കുന്ന ആരവം പുഷ്പ കാർഷിക മേളയിലാണ് ഈ മനോഹര കാഴ്ച. 6 ഏക്കറിലായി വിരിഞ്ഞു നിൽക്കുന്ന സൂര്യകാന്തി പൂക്കൾ, ഒപ്പം പല നിറത്തിലുള്ള ജമന്തിയും മറ്റു പൂക്കളുമുണ്ട്. ഓണമിങ്ങെത്താറായി. ഓണത്തിന് പൂക്കളമിടാൻ കുറച്ച് പൂക്കൾ വാങ്ങാനും സദ്യവട്ടങ്ങൾക്ക് അല്പം പച്ചക്കറികൾ വാങ്ങാനും ഒപ്പം കുടുംബമൊത്ത് സൂര്യകാന്തി തോട്ടത്തിൽ കുറച്ച് ഫോട്ടോഷൂട്ട് നടത്താനും തിരുവനന്തപുരത്തുകാർക്ക് ഇനി തുമ്പയിലേക്ക് വന്നാൽ മതി. തുമ്പ സെന്റ് സേവിയേഴ്സ് കോളേജിലെ ആരവം പുഷ്പ കാർഷിക മേളയിലെ വിശേഷങ്ങൾ നോക്കാം. നേർത്ത കടൽക്കാറ്റ്, ഇളം സൂര്യപ്രകാശം, വന്നവരൊക്കെയും കണ്ണഞ്ചിപ്പിക്കുന്ന ശോഭയിൽ ഒരു പൂപ്പാടം. കാണുന്നവർക്ക് കണ്ണും മനസ്സും ഒരുപോലെ നിറയും. ഏക്കറിലൊരുക്കിയ പ്രദർശനത്തോട്ടത്തിൽ 30,000 സൂര്യകാന്തി പൂക്കൾ, 20,000-ലധികം ജമന്തി പൂക്കൾ, ചെണ്ടുമല്ലിക പൂക്കളും കൃഷി ചെയ്യുന്നുണ്ട്. ഒരു ഭാഗത്ത് വാടാമല്ലിയും കാണാം. ഇവ കാണാനും ചിത്രങ്ങൾ പകർത്താനും ഒപ്പം ഇവ വിലക്കുറവിൽ ഇവിടെ നിന്ന് വാങ്ങാനുമുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. നാടൻ എന്ന യുവ സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് കോളേജിലെ സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി നടത്തുന്നത്. പുതുതലമുറയിൽ കാർഷിക രംഗത്തേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇവിടെ ഫാം പ്രവർത്തിക്കുന്നത്. 2020-ലെ മികച്ച കർഷകനുള്ള ഹരിതമിത്ര അവാർഡ് ജേതാവ് കൂടിയായ സുജിത്തിന്റെ നേതൃത്വത്തിലാണ് കൃഷി. 8 വർഷമായി സുജിത്ത് പൂക്കൃഷി ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രോഗ്രാമിന്റെ പേര് ആരവം 2025 എന്നാണ്. അപ്പം അതിന്റെ മോന്റെ പേര് ആരവം എന്നാണ്. മോന് വേണ്ടിയിട്ടാണ് ഞാൻ കൃഷിയിലേക്ക് ഇറങ്ങിയത്. 2023-ലെ സംസ്ഥാന സർക്കാരിന്റെ മികച്ച കർഷകനുള്ള സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുണ്ട്. പച്ചക്കറി കർഷകനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പൂഴിമണ്ണ് ഇവിടുന്ന് കടലിൽ ഏകദേശം 500 മീറ്ററേ ഉള്ളൂ. അപ്പോൾ നമ്മളിതിൽ ഏകദേശം നല്ല ഓർഗാനിക് മണ്ണിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മേള ഇങ്ങനെ പബ്ലിക്കിന് ഓപ്പണാക്കി കൊടുക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പുതുതലമുറ കൃഷിയുടെ പല കാര്യങ്ങൾ, അപ്പോൾ നമ്മളിപ്പോൾ മെക്കനൈസേഷൻ ഉണ്ട്, ഇറിഗേഷൻ ഉണ്ട്, എല്ലാം നമ്മൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പം കൃഷിക്ക് നല്ലൊരു എന്താ പറയുക, ജനങ്ങൾക്കൊരു സ്വീകാര്യം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. കാര്യം നമ്മൾ സാധാരണ കർഷകരുടെ നമ്മൾ പഴയ മുഷിഞ്ഞ ഡ്രസ്സും കാര്യം, അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ നിൽക്കാറുള്ളൂ. അപ്പോൾ ഈ ഒരു ചേഞ്ച്, ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ പബ്ലിക്കിനും യങ്സ്റ്റേഴ്സിനും ഷെയർ ചെയ്യാൻ വേണ്ടി ഞങ്ങളൊരു മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. 2 വ്യത്യസ്തമായ ചോളങ്ങൾ, 5 വെറൈറ്റിയിലുള്ള തണ്ണിമത്തൻ, ഷമാം, തക്കാളി, പച്ചമുളക്, മത്തൻ, കുമ്പളം, പടവലം തുടങ്ങിയ 20ഓളം പച്ചക്കറി കൃഷിയും ഇവിടെ നടക്കുന്നു. ഇവയുടെ വിൽപ്പനയുമുണ്ട്. ഈ ഓണക്കാലത്ത് റീൽസ് എടുക്കാനും ഫോട്ടോ എടുക്കാനും സ്ഥലം തപ്പി നടക്കുന്നവർക്ക് മികച്ചൊരു ഇടം കൂടിയാണ് ഈ പൂപ്പാടം. ന്യൂസ് 18 തിരുവനന്തപുരം.